വലിയവനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനയിലേക്ക് താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് മെയ് 2 ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം 19 അധ്യായം. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ മോശെ ഈ പുതിയ തലമുറയോട് വരുവാനിരിക്കുന്ന ദേശത്തിലെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിനിടയ്ക്ക് ഏതെങ്കിലും കൊലപാതകമൊക്കെ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു പോയാൽ അതിനുവേണ്ടി എന്തു ചെയ്യണം? അബദ്ധത്തിൽ പറ്റിയതാകാം, ചിലപ്പോൾ മനഃപൂർവ്വം കൊന്നതാകാം. ഈ അബദ്ധത്തിൽ പറ്റിയാൽ ആ കൊല ചെയ്തയാളെ തിരിച്ച് പ്രതികാരത്തോടെ കൊല ചെയ്യുവാൻ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുവോ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആരെങ്കിലുമൊക്കെയും മുതിരാം. പൊതുവേ പുരുഷന്മാരായിരിക്കും മുതിരാം. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി യോർദാൻ ഇക്കരയും യോർദാൻ അക്കരയും 3 പട്ടണങ്ങൾ, സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കണം. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 48 പട്ടണങ്ങൾ ലേവ്യർക്ക് കൊടുക്കണമെന്നും അതിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണമെന്നും ബാക്കി 42 പട്ടണങ്ങൾ ലേവ്യർക്കുള്ളതായിരിക്കണമെന്നും ഒക്കെയുമുള്ള നിബന്ധനകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 3 സങ്കേത നഗരങ്ങൾ യോർദാൻ അക്കരെ രൂബേന്, ഗാദ്, മനശ്ശെയുടെ പാതി ഗോത്രം, ഇവർ യോർദാൻ അക്കരെ ഉണ്ടല്ലോ. അപ്പോൾ യോർദാൻ ഇക്കരെ കനാൻ ദേശത്ത് ബാക്കിയുള്ള ഗോത്രങ്ങൾ 9-10 ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ട് 3 പട്ടണം യോർദാന് ഇക്കരെ, അതായത് കനാൻ ദേശത്തും ഉണ്ടാക്കണം, വേർതിരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച്. പിന്നെ കൊല ചെയ്യുന്നതിനെ പറ്റി കുറച്ച് വ്യവസ്ഥകളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത്, നിൻ്റെ അവകാശത്തിൽ പൂർവന്മാർ വെച്ചിരിക്കുന്നതായ അതിര് നീ നീക്കരുത്. അത് പൂർവന്മാരെന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ അതിര് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് യോശുവയുടെ നേതൃത്വത്തിൽ ഓരോ ഗോത്രങ്ങളുടെ മൂപ്പന്മാരും ഓരോ കുലങ്ങളുടെ മൂപ്പന്മാരും കുടുംബങ്ങളുടെ നേതാക്കളും ഒക്കെ അതിനകത്ത് കാണും. അത് അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ ദേശം വിഭജിക്കുന്നതും ഓരോ ഗോത്രത്തിന് ഏതൊക്കെ സ്ഥലമാണ്, അത് കഴിഞ്ഞ് കുലങ്ങൾക്ക് ഏതൊക്കെ സ്ഥലമാണ്, അത് കഴിഞ്ഞ് കുടുംബങ്ങൾക്കുള്ള സ്ഥലങ്ങളൊക്കെ വിരിക്കുമ്പോൾ അത് ഇവർ ചെയ്ത അതിര് നീ ഭാവിയിൽ ഒരിക്കലും നീക്കരുതെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് അത് 2 കാര്യങ്ങളിലുണ്ട്. ഒന്ന്, നിയമങ്ങൾ വെച്ചിട്ടുള്ള അതിരുകളുണ്ട്, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളുടെ അതിരുണ്ട്. പിന്നെ ദേശത്ത് ഭൂമി സംബന്ധമായ അതിരുകളും അതിനകത്ത് വരാം. പിന്നെ ചെയ്യുന്ന തെറ്റുകൾക്ക് ആരെങ്കിലും ഒരാളുടെ മേലൊരു കുറ്റം ആരോപിച്ചാൽ 3 സാക്ഷികളുടെ കൊണ്ട് വേണം അത് ഉറപ്പാക്കേണ്ടത്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. 3 സാക്ഷികൾ വേണം. ഒരാൾ പറഞ്ഞാൽ പോരാ, ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാനൊക്കത്തില്ല. അത് കണ്ടു എന്നുള്ള വേറെ 2 സാക്ഷികളും കൂടെ ആവശ്യമാണ്. അത് പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് അങ്ങനെ അത് പുരോഹിതനാണ് ഇത് ഇരിക്കേണ്ടതൊക്കെ. ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കുന്ന ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. അപ്പോൾ കഠിനമായ ശിക്ഷയായിരിക്കണം. കനിവ് തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്. അപ്പം ഇതാണ് അന്നത്തെ ശിക്ഷ. അത്ര കഠിനമായിരിക്കേണ്ട ശിക്ഷയെ സംബന്ധിച്ച് ആണ് പറയുന്നത്. കാരണം അത് ഭയമാകണം. വീണ്ടും മേലിലത് ചെയ്യരുത്. അതാണ് ആ ശിക്ഷയുടെ ഉദ്ദേശം. അതാണ് ഈ 19 അധ്യായത്തിൽ മോശെ തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. രണ്ടാമത്തെ വായനാഭാഗം സഭാപ്രസംഗി 11 അധ്യായം. ഇത് തുടക്കം കാണുന്നത് നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അപ്പം ത്യാഗത്തെ സംബന്ധിച്ച്, ഉപേക്ഷയെ സംബന്ധിച്ച് പറയുന്നൊരു കാര്യമാണ്. ത്യജിക്കുക അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക. നീ ചെയ്യുന്ന ത്യാഗം, അത് പലതരത്തിലുള്ള ത്യാഗങ്ങളുണ്ട്. അങ്ങനെ ത്യാഗം ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമാകത്തില്ല. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ഓഹരി കിട്ടും, അത് നിനക്ക് കിട്ടുമെന്നാണ് ഒരു 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 ഉപദേശം പറയുന്നത്. ആ ഉപദേശം അത് ത്യാഗം ചെയ്തവരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ, ഇപ്പോൾ യേശു ചെയ്തൊരു ത്യാഗം, തൻ്റെ ജീവനെ
മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൊടുത്തു. യേശുക്രിസ്തു പാപം ചെയ്തിട്ട് മരിച്ചതല്ല, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണല്ലോ. പക്ഷെ എന്ത് ലഭിച്ചു? ആ ത്യാഗം യേശുക്രിസ്തുവിന് ഒരു നഷ്ടവും ഉണ്ടാക്കിയില്ല. സകല നാമത്തിനും മേലെ, ദൂതന്മാരുടെ നാമത്തിന് പോലും മേലെയായി ക്രിസ്തുവിൻ്റെ നാമത്തെ വെച്ചു. അപ്പം അത് ദൈവം ന്യായമായി വിധിക്കുകയും ന്യായമായി കാര്യങ്ങൾ ചെയ്യുകയോ ആകുന്ന ആളാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തെയും ദൈവം കൃത്യമായി നോക്കി തൂക്കി വച്ചിരിക്കുന്നതാണ്. അപ്പം അതിന് ഒരിക്കലും ദൈവസന്നിധിയിൽ അന്യായമായ ഒരു ശിക്ഷയോ അന്യായമായ ഒരു ഓഹരിയോ ലഭിക്കില്ല. ന്യായമായിരിക്കുമല്ല. അതിൽ കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ. നമുക്കറിയില്ലല്ലോ, കാറ്റ് എങ്ങോട്ട് പോകും നമുക്കങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങോട്ടും പോകാം, എങ്ങോട്ടും പോകാം കാറ്റ്. ഒരു സ്ത്രീയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകുമ്പോൾ അത് അസ്ഥി ഉരുവായി വരുന്നില്ല. അസ്ഥി വരും. വയറിനകത്ത് എങ്ങനെയാണ് അസ്ഥി വരുന്നത്? കഴിക്കുന്ന ആഹാരമായാലും മറ്റൊന്നും ഒരു അസ്ഥി ഉരുവായി വരത്തില്ല. അസ്ഥിയല്ലേ എല്ല്, അത് താനെ ഉരുവായി വരുന്നതാണ്. അപ്പം അത് അറിയാത്ത പോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും നാം ആരും അറിയുന്നില്ല. അതാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലും തടസ്സം പറഞ്ഞ് ചെയ്യാതിരിക്കാൻ നോക്കുക. അതായത് പറഞ്ഞ് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. അപ്പോൾ മേഘങ്ങൾ നോക്കുന്നത് എന്താണ്? മഴ പെയ്യും എന്ന് വിചാരിച്ചവൻ കൊയ്യത്തില്ല, കാറ്റ് കാരണം വിതയ്ക്കത്തുമില്ല. അത് എന്തെങ്കിലും തടസ്സം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവന് മടിയായിരിക്കാം, എന്ത് കാരണത്തായാലും ചെയ്യുകയില്ല അവർ. ഒരു കൃഷി ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് കൃഷി ചെയ്താലും ഭയങ്കര മുഞ്ഞ, അല്ലെങ്കിൽ അവിടെ ഇന്ന് കോഴിക്കോട് പോയാലോ, കോഴിക്കോടൊക്കെ ഭയങ്കര ഉഷ്ണക്കാറ്റാണെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സം പറയുന്നവരൊരിക്കലും കൊയ്യുകയില്ല എന്നാണ്. വിതയ്ക്കാത്തവനെങ്ങനെയാണ് കൊയ്യുന്നത്? അപ്പം അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത്, യൗവനക്കാരൻ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കുക, നിനക്കിഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്ന് ഓർത്തോണം. എങ്ങനെ വേണമെങ്കിലും നടക്കാൻ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ആ നടക്കുന്നതെല്ലാം ന്യായവിസ്താരത്തിലേക്ക് വരും, ദൈവത്തിന് മുമ്പിൽ വരും എന്നുള്ള കാര്യത്തെ മറക്കരുത്. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയുക. ബാല്യവും യൗവനവും മായത്രേ, അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിൻ്റെ ആ ശൈശവമൊക്കെ 1-2 വർഷം കൊണ്ടങ്ങ് മാറുകയാണ്. ആ ശൈശവമൊക്കെ മാറി പിന്നെ കുട്ടിയായി. എല്ലാം മായയല്ലേ, മാഞ്ഞു പോകുന്നതാണല്ലോ മായ എന്ന് പറയാം. അതെല്ലാം മാഞ്ഞു പോവുകയാണ്. പിന്നെ കുട്ടിയായിരിക്കുന്ന കാലവും മാറി, അവൻ്റെ കൗമാരം മാറി, യൗവനം തീർന്നു. ഇനിയിപ്പോൾ അവന് യൗവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റും? ആ യൗവനത്തിനൊന്ന് കാണാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? അത് മറഞ്ഞുപോയി, മായയാണ് എന്നും സഭാപ്രസംഗി പറയുകയാണ്. അവിടെ പറയുന്ന കാര്യം, നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. അപ്പോൾ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കുന്നതിന് മുമ്പ് ആദ്യം ഹൃദയത്തിലാണ് വരുന്നത്. ഹൃദയമാണ് ഈ തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആദ്യം ഒരു കാര്യം വരുന്നത് മനസ്സിൽ വന്നാൽ അത് ചിലപ്പോൾ ഉടനെ അത് ഒരു പാപമായി ശരീരത്തിൽ നിന്ന് പുറത്ത് വരണമെന്നില്ല. ചിലപ്പോൾ നാളുകളെടുക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആ പാപത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലുണ്ടാകുന്നതാണ്. അല്ലാത്തത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അറിയാതെ ഒരുവനെ കൊല ചെയ്തു പോയാലെന്നൊക്കെ പറഞ്ഞ് സങ്കേത നഗരം മാറ്റിയത് അതുകൊണ്ടാണ്. അത് ആലോചിച്ചുറച്ച് ചെയ്യുന്നതല്ല. പക്ഷേ ആലോചിച്ചുറച്ച് ചെയ്യുന്ന കൊലപാതകങ്ങളുമുണ്ട്. അവനെ കൊല്ലണം എന്ന് വിചാരിച്ച് ദിവസങ്ങളോളം പ്ലാൻ ചെയ്താനുള്ള വഴിയൊക്കെ അന്വേഷിച്ച് ചെയ്യുന്ന കൊലപാതകങ്ങളുണ്ട്. അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അറിയാതെ പറ്റിപ്പോയി ഒരു കൈയെടുത്ത് വീശുമ്പോൾ കൊള്ളുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഒരു അടിയടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത് ആണ് അറിയാതെ ചെയ്തു പോയെന്ന് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങളുമുണ്ട്. ഇവിടെ അതെല്ലാം ശരീരത്തിലാണ് പ്രതിഫലിക്കുക എന്നുള്ള കാര്യം, അത് ശരിയായ കാര്യമാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് തിന്മ നീക്കിക്കളയണമെങ്കിൽ അതിനു മുമ്പ് ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ സഭാപ്രസംഗി വായിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ വായിച്ചതുപോലെ തന്നെ സഭാപ്രസംഗിയിൽ വളരെ ആഴമുള്ള സദൃശ്യവാക്യങ്ങളിലെല്ലാം നേരിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സഭാപ്രസംഗിൽ നേരിട്ടല്ല,
പക്ഷേ അതിനേക്കാളും ആഴമുള്ള ആശയങ്ങൾ ഒരിത്തിരി സാഹിത്യമോ അല്ലെങ്കിൽ ഉപമോ പോലെയോ ഒക്കെയാണ് സഭാപ്രസംഗിൽ പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. അത് സദൃശവാക്യങ്ങൾ പോലെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആഴമുള്ള ഉപദേശങ്ങൾ, ആഴമുള്ള ജ്ഞാനമുള്ള കാര്യങ്ങൾ സഭാപ്രസംഗയിലുണ്ട്. ഇനി ഒരു അധ്യായം കൂടെയാണ് സഭാപ്രസംഗയിലുള്ളത്. അത് നാളെ തീരും. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. കഴിഞ്ഞ ദിവസം പൗലോസിനോടും അതുപോലെ തന്നെ അനന്യാസിനോടും ദൈവം അവർ തമ്മിലുള്ള മീറ്റിങ്ങിനെ സംബന്ധിച്ച്, അവർ തമ്മിൽ കൂടുന്നതിനെ സംബന്ധിച്ച്, അന്യോന്യം ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രണ്ടുപേരോടും അറിയിച്ചു. അതുപോലെ ഇവിടെയും രണ്ടുപേരെ ഇവർ തമ്മിലുള്ള കൂടിക്കാണലിനെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. ആദ്യം കൊടുക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം 9-ാം മണി നേരം, ഒരു 3 മണിയായപ്പോൾ അവിടെ ഇറ്റലി എന്ന പട്ടണത്തിൽ കൈസേരിയയിൽ ഒരു കൊർന്നല്യോസ് ഉണ്ടായിരുന്നു. ശതാധിപനാണ്. അദ്ദേഹം ഭക്തനാണ്. അതുപോലെ തന്നെ സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ജനത്തിന് വളരെ ധർമ്മവും സഹായങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശതാധിപനാണ് ഈ ദൈവത്തിൻ്റെ ദർശനമുണ്ടായത്. ഒരു ദൂതൻ സ്പഷ്ടമായി തൻ്റെ അടുക്കത്ത് വരുന്നതും തന്നോട് സംസാരിക്കുന്നതൊക്കെയാണ് കൊർന്നല്യോസ് കാണുന്നത്. ആ ദർശനത്തിൽ ദൂതൻ പറഞ്ഞു, കൊർന്നല്യോസേ, എനിക്ക് നിന്നോട് വലിയ പ്രിയമുണ്ട്. നിൻ്റെ ധർമ്മവും ഒക്കെ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. നീ ഉടനെ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള പത്രോസ് എന്നും ശീമോൻ എന്നും പേരുള്ള ഒരുത്തനെ വരുത്തണം. അവനാണെങ്കിൽ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ഒരു ശീമോൻ്റെ വീട്ടിൽ പാർക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം 2 വേലക്കാർ 2 പേരെയും പിന്നെ അകമ്പടി നിൽക്കുന്ന ഒരാളെ, അങ്ങനെ 3 പേരെ യോപ്പയിലേക്ക് അയച്ചു. എന്നാൽ പിറ്റേ ദിവസം അവർ എത്തുന്ന സമയമായപ്പോഴത്തേക്ക് പത്രോസ് ഉച്ചയ്ക്ക് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പം വിശന്നിക്കുമ്പം അവനൊരു വിവശത വന്നപ്പം ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ആകാശം തുറന്നിരിക്കുന്നു. വലിയൊരു ദുപ്പട്ടി പോലെ, അതായത് 4 കോണും കെട്ടിയിട്ട് ഉള്ള സാധനത്തിനെയാണ് ദുപ്പട്ടി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചേലാവെന്നൊക്കെ പറയും. ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഒരു പാത്രം വരുന്നു. അതൊരു പാത്രം വരുന്നതുണ്ട്. അപ്പം വിശക്കുകയാണല്ലോ. അപ്പോൾ അത് ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടു, പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അയ്യോ, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വേണ്ട, ഭക്ഷിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അപ്പം രണ്ടാമതും ആദ്യം പറഞ്ഞു, നീ എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ ശബ്ദം വീണ്ടും പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ആ പാത്രം തിരികെ പോയി. അത് കഴിഞ്ഞിട്ടും രണ്ടാമതും ഇതുപോലെ പറഞ്ഞു, നീ ഇത് വെട്ടിയറുത്ത് ഭക്ഷിക്കാൻ നിനക്ക് വിശക്കുകയല്ലേ എന്ന് പറഞ്ഞു. അല്ല, എനിക്കത് ഭക്ഷിച്ചുകൂടാ, ദൈവത്തിൻ്റെ നിയമപ്രകാരം എനിക്ക് ഭക്ഷിച്ചുകൂടാ, ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ആകെ കണ്ടു. പക്ഷേ ഇത് കണ്ടതിന് ശേഷം പത്രോസ് ചിന്തിക്കുകയാണ്, എന്താണ് ഇത് സംഭവിച്ചത്, എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച 3 പുരുഷന്മാർ ശിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് വാതിൽക്കലെത്തി. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാം എന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങി വന്ന പുരുഷന്മാരെ കണ്ടു. ഇങ്ങനെ കൊർന്നല്യോസ് എന്നൊരു ശതാധിപനാണ് ഞങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ അയച്ചിരിക്കുന്നത്. ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു, നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അയച്ചതാണ്. വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായതാണ്. അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു. ഒരു ദിവസം തങ്ങാൻ പറഞ്ഞു. പിറ്റേന്നാൾ രാവിലെ എഴുന്നേറ്റ്, രാവിലെ ആയിരിക്കും, വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് പോയതായിരിക്കും, എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിന്നെ കൊർന്നല്യോസ് ചെല്ലുമ്പോഴത്തേക്ക് കൊർന്നല്യോസ് സ്നേഹിതരെയും ചാർച്ചക്കാരെയും ഒക്കെ കൂട്ടി വരുത്തി അവർക്കായി കാത്തിരിക്കുകയായിരുന്നു.
പത്രോസ് അകത്ത് കയറുന്നപ്പം പൗലോസ് വന്ന് കാലിൽ വീണ് നമസ്കരിച്ചു. പത്രോസ് പറഞ്ഞ് എഴുന്നേൽക്കാം, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തുനിന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞാനൊരു മനുഷ്യനാണ്, എന്നെ അങ്ങനെ നമസ്കരിക്കേണ്ട പാടില്ല എന്ന് പറയുന്നതാണ്. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അത് ദൈവം പറഞ്ഞല്ലോ, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് 3 പ്രാവശ്യം ദർശനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം ഇത് മുമ്പ് ഉണ്ടായ ആ ഒരു വിഷയം കൊർന്നേലിയോസ് പറഞ്ഞു. അപ്പം എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇവരെ അയച്ചത്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവ് യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചുമായ വിവരങ്ങൾ തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി അവിടെ കൂടിയിരുന്നവരോടും കൊർന്നേലിയോസിനോടും പറയുകയാണ്. ഇത് ഞങ്ങൾ ഇതിനൊക്കെ സാക്ഷികളാണ്, ഞങ്ങളിതൊക്കെ കണ്ടവരാണ്. അവർ ക്രിസ്തുവിനെ ഒരു മരത്തിൽ തടിയിൽ തൂക്കി കൊന്നു. എന്നാൽ ദൈവം അവനെ 3 ദിവസത്തും മൂന്നാം ദിവസം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷമാക്കി തന്നു. അപ്പം യേശുക്രിസ്തുവിന് കൂടെ മുമ്പുണ്ടായിരുന്ന ഞങ്ങൾക്ക് തന്നെ അത് 3 പ്രാവശ്യം യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു, ദൈവം പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ, യേശു തന്നെ, ക്രിസ്തു തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. അത് ദൈവം ഏൽപ്പിച്ചതാണ്, ക്രിസ്തു ഏൽപ്പിച്ചതാണ് അങ്ങനെ പ്രസംഗിക്കണമെന്ന്. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്. ഇപ്പോൾ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ആരെയും ഈ കാര്യം സംബന്ധിച്ച് ആരെയും ഭയമില്ല. ഈ സുവിശേഷം അറിയിക്കുന്നതിന് ഒരു ഭയവുമില്ല അവർക്ക്. ശരീരം ദോഷം വരുമെന്നോ മരണം തന്നെ സംഭവിക്കുമെന്നോ ഒന്നും അവർ സാരമായി എണ്ണുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ അവരുടെ പ്രവചന ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകളെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, അതിൽ യേശുക്രിസ്തുവിലൂടെ എന്താണ് ലഭിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രവാചകന്മാരുടെ സാക്ഷ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം പത്രോസ് പറഞ്ഞപ്പോൾ തന്നെ അപ്പം ഇത് കേട്ട് നിന്ന് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവുന്നു. ഇവരുടെ മേൽ മാളികമുറിയിലിരിക്കുമ്പം ഈ ശിഷ്യന്മാർക്കും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവുന്ന അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കൽ പത്രോസിനോട് കൂടെ പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കൊണ്ട് വിസ്മയിച്ചു. മുമ്പ് ഇസ്രായേലരായ അല്ലെങ്കിൽ യഹൂദരായ അവർക്ക് മാത്രമാണ് കണ്ടത്. പക്ഷെ ഇവിടെ ജാതികളും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അവർ അന്യഭാഷ സംസാരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ട് അവർ വിസ്മയിച്ചു. അവരങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പക്ഷേ ദൈവജനമല്ലല്ലോ, ജാതിയല്ലേ. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പിന്നെ അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെല്ലാവരെയും സ്നാനം കഴിപ്പിച്ചു. അവർ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിക്കണമെന്ന് അപേക്ഷിച്ചതുകൊണ്ട് അവർ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിച്ചു എന്നുമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു വലിയൊരു ഒരു 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 ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷ് വാക്കായ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ആ ട്വിസ്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഒരിക്കലും ട്വിസ്റ്റല്ല, ദൈവത്തിന് അതറിയാം ഇത് സംഭവിക്കാനിരിക്കുന്നതാണെന്ന്. പക്ഷേ ഇതറിയാത്ത ആളുകൾക്ക് അതൊരു ട്വിസ്റ്റാണ്, അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ
ആണ് പ്രിയമുള്ളവരെ, ഞാനും താങ്കളും ഒക്കെ ഈ സുവിശേഷം അറിയുവാനിടയായത്. ജാതികളായിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഇസ്രയേലിൽ മാത്രമായി ഇത് നിന്നുപോയാൽ. ദൈവം കാണിച്ച ഔദാര്യമാണ് എനിക്കും താങ്കൾക്കും ഈ വചനം പുസ്തകം നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മളിൽ കിട്ടാനിടയായത്. ആ മലയാളത്തിൽ കിട്ടിയിട്ട് 200 വർഷം പോലും ആയിട്ടില്ല മലയാളത്തിൽ പ്രിൻ്റ് ചെയ്തിട്ട്. അപ്പം അതിനു മുമ്പ് ഇംഗ്ലീഷിലായിരുന്നു. അതിനു മുമ്പ് അത് അതിൻ്റെ ഒറിജിൻ ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീക്കിലുമൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പല ഭാഷകളിൽ തർജ്ജമ ചെയ്ത് അവസാനം ഇംഗ്ലീഷിനും വന്ന്, ഇംഗ്ലീഷിൽ നിന്നും ഇംഗ്ലീഷും തമിഴും അതിന് മലയാളത്തിലാകുന്നതിന് മുമ്പ് തമിഴിലും ബൈബിൾ ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വിലയേറിയ അനുഗ്രഹം, വിലയേറിയ ഈ ഒരു കാര്യം അത് ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും മാത്രമായിരുന്നത് ദൈവത്തിൻ്റെ മഹാകരുണ നിമിത്തം ആ യേശുക്രിസ്തു മുഖാന്തരം വിടുവിക്കപ്പെടുവാനും നിത്യജീവനും ദൈവരാജ്യത്തിനും അവകാശമായി തീരുവാനുമുള്ള അവസരം അത് ദൈവം നമുക്ക് തന്നു എന്നുള്ളത് വ്യക്തിപരമായി എനിക്കും താങ്കൾക്കും അത് ബഹുമാനിക്കാവുന്നതാണ്. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞതുപോലെ, ദൈവം പറയാത്തതും ദൈവം ചിന്തിക്കാത്തതും ദൈവം നൽകാത്തതുമായ ഏതൊരു വിശ്വാസമോ കാര്യമോ നമ്മൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് നീക്കി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി, അത് ബൈബിൾ പ്രകാരം, ബൈബിൾ എന്തോ പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് തന്നെ നോക്കി, നമ്മുടെ അറിവും വിശ്വാസവുമൊക്കെ തെറ്റാണെങ്കിൽ അത് പരിശോധിക്കുക വഴി അത് തെറ്റാണെന്ന് മനസ്സിലായാൽ വേഗത്തിൽ തന്നെ ആ ബൈബിളിലെ വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ ഇതൊക്കെയും സംഭവിക്കുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന കാര്യത്തിൽ തന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, പത്രോസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം നമുക്കും മനസ്സിലാകേണ്ടത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എന്താണ് പത്രോസ് പറയുന്നത്? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അപ്പോസ്തലൻ പൗലോസ് എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ശിഷ്യന്മാരെന്താ പറയുന്നത്? യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പം അത് യേശുക്രിസ്തു അല്ലാത്തൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ മേൽ ചാർത്തി വെച്ചിട്ട് ഇത് എൻ്റെ പിതാക്കന്മാർ തന്നാണെന്ന് പറഞ്ഞാൽ, ജാതീയനായ പിതാക്കന്മാരാണ് എൻ്റെയും പിതാക്കന്മാർ. ആ ജാതീയനായ പിതാക്കന്മാർക്ക് ദൈവികമായ കാര്യത്തിൽ നോക്കി പരിശോധിക്കാൻ ബൈബിളില്ലാത്ത കാലത്ത് വിശ്വസിച്ചതൊക്കെയും തെറ്റാണെങ്കിൽ ആ തെറ്റ് തലമുറകളിലൂടെ കൈമാറി വന്നിട്ടുണ്ട്. ആ തെറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കും. ഇനിയും നമ്മൾ ഓരോരുത്തരിൽ നിന്നും പുതിയ തലമുറകളിലേക്കോ മറ്റു മനുഷ്യരിലേക്കോ ഈ കളവും തെറ്റും ആവർത്തിച്ച് മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സത്യം അന്വേഷിക്കുകയും സത്യം സ്വതന്ത്രരാക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാകണം. അപ്പം സത്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ വാക്യത്തിൻ്റെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം അസത്യത്തിലാണെങ്കിൽ നമ്മളാരും സ്വതന്ത്രരല്ല, നമ്മളെല്ലാവരും ബന്ധനത്തിലാണ് എന്നാണ്. അപ്പം സത്യം മാത്രമേ സ്വതന്ത്രം. അപ്പം സത്യമല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കൂടെയുള്ളതും വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ അസ്വതന്ത്രരാണ്, അല്ലെങ്കിൽ നമ്മൾ പാരതന്ത്ര്യത്തിലാണ്, നമ്മൾ തടവിലാണ്, ആ ബന്ധനത്തിലാണ്. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ സത്യം തന്നെ നമ്മൾ അറിഞ്ഞേ വെക്കുകയുള്ളൂ. ദൈവം സഹായിക്കട്ടെ. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും ഈ ദൈവകാര്യത്തെ സംബന്ധിച്ച്, ദൈവവചനത്തെ സംബന്ധിച്ച്, സത്യത്തെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും ഇത് തെറ്റായ വിശ്വാസത്തിലാണെങ്കിൽ നേരായ വിശ്വാസത്തിലേക്ക് വരുവാൻ ബൈബിളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ്. അത് വീണ്ടും പറയേണ്ടി വരുന്നത്, ലോകത്തിൽ ഒരു ബൈബിൾ വെച്ചിട്ട് അനേകം വിശ്വാസങ്ങൾ ഒരു കാര്യത്തിൽ, ക്രിസ്തു ആരും ചോദിച്ചാൽ പലരും പലതും പറയും. പരിശുദ്ധാത്മാവ് എന്തെന്ന് ചോദിച്ചാൽ പലരും പറയും. ദൈവം ആരെന്ന് ചോദിച്ചാൽ ദൈവത്തെ സംബന്ധിച്ചും പല കാര്യങ്ങൾ പറയും. അങ്ങനെ പല കാര്യങ്ങളില്ല. ഒരു കാര്യമാണെങ്കിൽ ഒരു കാര്യം, 2 കാര്യമാണെങ്കിൽ 2 കാര്യം. അത് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നത് മാത്രമേ ഉള്ളൂ അവിടുത്തെ സത്യം. അതാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിച്ച് സത്യത്തിൽ നിൽക്കുവാൻ താങ്കളെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ വായനാഭാഗം അവസാനിക്കുന്നു. നാളെ പുതിയ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. നന്ദി.